രോഗം ബാധിച്ച തെരുവ് നായ്ക്കളെ ദയാവധം നടത്തുമെന്ന് മന്ത്രി എം പി രാജേഷ്. അസുഖ ബാധിതരായ നായ്ക്കളെ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തും. തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം നടത്താൻ ഓഗസ്റ്റ് മാസത്തിൽ വാക്സിനേഷൻ യജ്ഞം നടത്തുമെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി. ആഗസ്റ്റ് മാസത്തിൽ തന്നെ വിപുലമായ ഒരു വാക്സിനേഷൻ യജ്ഞം, തെരുവ് നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും. നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ABC റൂൾസ് പ്രകാരം പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്ധ്യംകരണത്തിലേക്കും കടക്കും. ഇപ്പോൾ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് CSR ഫണ്ട് ഉപയോഗിച്ച് 8 പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഉടൻ ലഭ്യമാവും. റിനു ശ്രീധറിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. റിനു, ഈ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ, എന്തൊക്കെ ഇടപെടൽ നടത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിക്കുന്നത്? റിനു. ഉന്മേഷ, തെരുവ് നായ്ക്കൾക്കൊരു ശാശ്വത പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യം സർക്കാർ കിടഞ്ഞ് പരിശ്രമിക്കുകയാണ് കുറച്ച് നാളായി. എന്തായാലും വാക്സിനേഷനും അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയയും വന്ധ്യീകരണവും മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നേരത്തെ തന്നെ കണ്ടുകഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഇന്ന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ ഒരു ഉന്നതതല യോഗം മന്ത്രിമാരടക്കമുള്ളവർ ചേർന്നു. ഇതിലാണ് കൃത്യമായിട്ടുള്ള ചില പദ്ധതികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് മൊബൈൽ പോർട്ടബിൾ സർജറി ABC സെന്ററുകൾ ബ്ലോക്ക് തലങ്ങളിൽ, അതായത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു പോർട്ടബിൾ ABC വന്ധ്യീകരണ കേന്ദ്രം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് 28 ലക്ഷം രൂപയാണ് ഈ ഒരു മൊബൈൽ സംവിധാനം. അത് ഒരു ബ്ലോക്കിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്കിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇത് സഞ്ചരിക്കുകയും അവിടെ നിന്ന് ഈ തെരുവുനായികളെ പിടിച്ച് അതിനെ വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുവാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇതാണ് ആ പോർട്ടബിൾ വന്ധ്യീകരണ സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം. ഒപ്പം ഇത് എവിടെയെങ്കിലും വന്ധ്യീകരണ സെന്ററുകൾ സ്ഥാപിച്ചാൽ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ്. അതിനെ തടയിടുവാൻ വേണ്ടി ശക്തമായിട്ടുള്ള നിയമ നടപടികൾ, അതായത് അവർക്കെതിരെ കേസ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും ഇന്ന് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരം വന്ധ്യീകരണ കേന്ദ്രങ്ങൾ വഴി ഈ കേന്ദ്ര നിയമം പാലിച്ചുകൊണ്ട് ഈ രോഗബാധിതരായിട്ടുള്ള തെരുവുനായികളെയും അതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള തെരുവുനായികളെയും കണ്ടെത്തിക്കൊണ്ട് ദയാവധത്തിന് വിധേയമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തെരുവുനായ വിഷയത്തിൽ ഒരു വലിയ ഇടപെടൽ നടത്തുവാൻ വേണ്ടി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം. ഉന്മേഷ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.